സർ, സാധാരണ ശബരിമലയിൽ അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ നമുക്കറിയാം കല്ലും മുള്ളും ഒക്കെ ഏന്തി നമ്മളങ്ങനെ ഭയങ്കര സാഹസികമായിട്ടുള്ള യാത്രയിൽ ചെന്ന് അയ്യപ്പനെ കാണണമെന്നാണ് അല്ലേ, അങ്ങനെയല്ലേ ഒരു ഇത് പറയുന്നത്. അപ്പം അത്തരത്തിൽ വ്രതമൊക്കെ അനുഷ്ഠിച്ച് അങ്ങനെ ഭയങ്കര ഇതിലൂടെയാണ് ആ കാനനപാതയിലൂടെ പോകുന്നവരുണ്ട്, അല്ലാതെ അയ്യപ്പനെ കാണാൻ മലമുകളിൽ എത്തുന്നവരുമുണ്ട്. പക്ഷെ ഇപ്പോൾ വലിയൊരു വിവാദമായിരിക്കുന്നത് നമ്മുടെ ADGP അജിത് കുമാർ ഇത്തരത്തിലൊരു അയ്യപ്പനെ കാണാൻ ചെന്ന ഒരു യാത്രയാണ്. അത് ട്രാക്ടറിൽ കയറിപ്പോയി എന്നാണ്. ഞാൻ കണ്ടില്ല കേട്ടോ, ഇങ്ങനെ പലതിലും ഞാൻ വായിച്ചു. പിന്നെ അതിൽ കയറിപ്പോയതായിട്ടുള്ള ചിത്രങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇല്ല. അതിൽ വാർത്തയിൽ പറയുന്നത് ക്യാമറ ഇല്ലാത്ത ഭാഗത്ത് വെച്ച് ഇദ്ദേഹം ട്രാക്ടറിൽ കയറി എന്നാണ്. ഈ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് 2 വഴികളുണ്ട്. ഒന്ന് പരമ്പരാഗത വഴിയായ നീലിമല അപ്പാച്ചിമേട് വഴി മരക്കൂട്ടത്ത് എത്തും. സ്വാമി അയ്യപ്പൻ റോഡ് വഴി മരക്കൂട്ടത്തെത്താം. ഈ സ്വാമി അയ്യപ്പൻ റോഡ് തന്നെ അത് വന്നത് നമ്മുടെ പണ്ട് P. സുബ്രഹ്മണ്യം സ്വാമി അയ്യപ്പൻ സിനിമ എടുത്തു. ആ സിനിമയിൽ നിന്നുള്ള മുഴുവൻ പ്രോഫിറ്റും കൊണ്ട് ഉണ്ടാക്കിയ ഒരു റോഡാണിത്. അന്ന് സിനിമ ഇറങ്ങിയ ആദ്യ വർഷം തന്നെ ഒരു തീർത്ഥാടന കാലത്ത് പമ്പയിൽ താൽക്കാലിക തിയേറ്റർ കെട്ടി സിനിമ പ്രദർശിപ്പിച്ചു. 2 രൂപ ടിക്കറ്റ്, വലിയ കളക്ഷനായിരുന്നു. ആ സിനിമ വലിയ ഹിറ്റായി. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞ് തമിഴിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് തമിഴ്നാട്ടിൽ നിന്ന് ഭക്തജനങ്ങളുടെ വലിയ ഒഴുക്കായി ഇങ്ങോട്ട്. എവിടെയാണ് ശബരിമല? അപ്പോൾ ഈ ശബരിമല പമ്പയിൽ നിന്ന് ഈ പാത സ്വാമി അയ്യപ്പൻ റോഡ് അത് കുറേ ഹെയർ പിന്നായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതിലൂടെ ട്രാക്ടറിലൂടെ ശബരിമലയിലേക്ക് ചരക്ക് നീക്കത്തിന് വേണ്ടിയാണ്. ചിലർ ഈ കുത്തനെയുള്ള പരമ്പരാഗത പാത കയറാൻ പറ്റാത്തതുകൊണ്ട് ചിലർ ഈ സ്വാമി അയ്യപ്പൻ റോഡ് വഴി പോകാറുണ്ട്. തീർത്ഥാടന കാലത്ത് തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഈ പരമ്പരാഗത വഴി കയറ്റി വിടുകയും തിരിച്ച് ഇറക്കുന്നത് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയുമാകും. ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത് രണ്ടും ചെന്ന് കഴിഞ്ഞാൽ മരക്കൂട്ടത്ത് എന്ന് ചേരും. മരക്കൂട്ടത്ത് എന്ന് ചേർന്ന് കഴിഞ്ഞാലും അവിടെ നിന്ന് ശരംകുത്തിയിലേക്ക് പോകാം. ശരംകുത്തിയിലേക്ക് പോകണമെങ്കിൽ പിന്നെയും ഒരു മല കയറി വേണം എത്താൻ. അല്ലെങ്കിൽ പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് ചന്ദ്രാനന്ദൻ റോഡ് വഴി സന്നിധാനത്തെത്താം. അത് ഈ ട്രാക്ടർ പോകാൻ വേണ്ടി പമ്പയിൽ നിന്ന് തിരിക്കുന്ന ട്രാക്ടർ മരക്കൂട്ടത്ത് വന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ചന്ദ്രാനന്ദൻ റോഡ് വഴി ശബരിമലയിൽ എവിടൊക്കെയാണ് ചരക്കിറക്കേണ്ടത് അത് എത്തിക്കാനുള്ളിടം വരെ ഇത് പോകും. ചന്ദ്രാനന്ദൻ എന്ന് പറയുന്ന പഴയ CPM പിന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ശബരിമലയിൽ സഖാവിൻ്റെ പേരിലൊരു റോഡുണ്ട്. കേട്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. പക്ഷെ സഖാവ് ചന്ദ്രാനന്ദൻ റോഡൊന്നും കൊടുത്തിട്ടില്ല, ചന്ദ്രാനന്ദൻ റോഡെന്നേ കൊടുത്തിട്ടുള്ളൂ. അദ്ദേഹം അവിടെ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന സമയത്ത് അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് തൊഴിലാളികളെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി പണി ചെയ്യിപ്പിച്ചു. അദ്ദേഹവും മുണ്ടും മടക്ക് കുത്തി ഓർത്തും തലയിൽ കെട്ടി നിന്ന് പണി ചെയ്യിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ ഇടയ്ക്കൊക്കെ ഈ ഔദ്യോഗിക ആയിട്ട് ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് വരുന്നവരൊക്കെ ഈ ട്രാക്ടറിൽ കയറി പോകാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, ആരും അറിയാതൊക്കെ. പിന്നെ ചിലരൊക്കെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ ട്രാക്ടർ ഡ്രൈവർമാർ ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം ചിലർ കയറാൻ നടന്ന് കയറാൻ ബുദ്ധിമുട്ടുള്ളവർ ചിലപ്പോൾ ഇതിൽ കയറ്റി ഒരു 10, 200 അല്ലെ 500 രൂപ വെച്ച് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ പോലീസുകാർ കണ്ടുപിടിച്ചത് നിർത്തലാക്കിച്ചു. കയറാൻ പാടില്ല. പണ്ട് ശബരിമല യുവതീ പ്രവേശ സമയത്ത് സമരം നടന്നുമ്പോൾ രാഹുൽ ഈശ്വറിനെ സന്നിധാനത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് ഈ ട്രാക്ടറിൽ മറ്റേ ഷീറ്റൊക്കെ ഇട്ട് തലയെ കൂടി ഇട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ അതിലൂടെ കൊണ്ടുവന്നത്. പിന്നെ ഇവിടുന്ന് 2 യുവതികളെ അങ്ങോട്ട് കൊണ്ടുപോയില്ലേ, അത് ഈ ട്രാക്ടറിൽ കയറ്റിയാണ് കൊണ്ടുപോയത്. പിന്നെ ഇതുകൂടാതെ അവിടെ ആംബുലൻസും ഉണ്ട് കേട്ടോ. ഇപ്പം പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 2 ആംബുലൻസ് ഉണ്ട്. നട തുറക്കുന്ന സമയത്തല്ലേ ഈ ആംബുലൻസ് പ്രവർത്തിക്കും. സന്നിധാനത്ത് നിന്ന് 20 മിനിറ്റ് കൊണ്ട് തീർത്ഥാടന കാലത്ത് വലിയ തിരക്കുള്ള സമയത്ത് 20 മിനിറ്റ് കൊണ്ട് പമ്പയിലെത്തും. ഇതങ്ങനെ ചെയ്തിരിക്കുന്നത് സന്നിധാനത്ത് എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ, ജീപ്പ് മാതൃകയിലുള്ള അത്യാഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനടി
പിന്നെ പമ്പയിലെത്തുക, പമ്പയിൽ എന്തെങ്കിലും പ്രാഥമിക ചികിത്സ നൽകുക, ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ആശുപത്രി എന്ന് പറയുന്നത് പെരുന്നാടാണ്. പെരുന്നാട് പഞ്ചായത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് അല്ലെങ്കിൽ പത്തനംതിട്ടയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. 1 മണിക്കൂറിനകം എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ ഈ ഒരു സംവിധാനമാണ് ഉള്ളത്. ഇങ്ങനെ ചില ഇപ്പോൾ ADGP അജിത് കുമാർ ഇതിൽ കയറി എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ നട തുറന്നു. മാസപൂജയ്ക്കല്ല, നവഗ്രഹ പ്രതിഷ്ഠ പുതിയ ശ്രീകോവിലൊക്കെ വെച്ചു. ആ ചടങ്ങ് നടക്കുമ്പോൾ ഇദ്ദേഹം ADGP ഇപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നുണ്ട്. നല്ലതാണ്, അതൊക്കെ ആയിക്കൊള്ളട്ടെ, നമ്മളൊന്നും അതിനകത്ത് ഇടപെടുന്നില്ല. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം ശബരിമലയിൽ വന്നു. ശബരിമല തീർത്ഥാടന കാലത്ത് അദ്ദേഹം മുൻകാലങ്ങളിലൊക്കെ അവിടെ ചുമതല വഹിച്ചിരുന്ന ആളുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ട്രാക്ടറിൽ കയറി. അത് പ്രത്യേകം പറയുന്നത് ക്യാമറ ഉള്ള ഭാഗമുണ്ട്. പമ്പയിൽ നിന്ന് പിന്നെ മലകയറ്റം തുടങ്ങുന്ന ഭാഗത്ത് ക്യാമറ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇടയ്ക്ക് വരുന്നില്ല. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെയുള്ള ക്യാമറ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടെത്താൻ കഴിയും. പക്ഷേ ഈ തീർത്ഥാടന കാലവുമല്ല, മാസപൂജ സമയവുമല്ല, അല്ലാത്ത സമയത്ത് ഈ ക്യാമറകളൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പമ്പയിലെ ക്യാമറ എപ്പോഴും പ്രവർത്തിക്കും. കാരണം അവിടെ നിന്നാണ് അങ്ങോട്ട് കയറ്റി വിടുകയൊക്കെ ചെയ്യുന്നത്. എപ്പോഴും അവിടെ ഗാർഡ് ഉണ്ടായിരിക്കും. 365 ദിവസവും അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നോക്കിയ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ചിലരെയൊക്കെ ഈ ട്രാക്ടറുകാരിങ്ങനെ പൈസയൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകാറുണ്ട്. പിന്നെ കാരണം അവിടെ പിന്നെ മടിയിൽ കനമുള്ളവന് നല്ല സുഖമായിട്ട് പോകാം. ഡോളിയുണ്ട്. 4 പേര് കൂടി ഒരു കസേര ഇങ്ങനെ കമ്പിൽ വെച്ച് കെട്ടി അതിൽ എടുത്തുകൊണ്ട് പോവുകയാണ്. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു 6,000-7,000 രൂപ കുറഞ്ഞത് ആകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴി മാത്രമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയിൽ നിൽക്കും. BB ഗിരി ഇന്ത്യൻ രാഷ്ട്രപതിയായിരിക്കുന്ന സമയത്താണ് ഈ ഡോളി വരുന്നത് ആദ്യമായിട്ട്. അദ്ദേഹം ശബരിമലയ്ക്ക് വലിയ ശരീര പ്രകൃതമുള്ള ആളാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് പെട്ടെന്ന് ഒരു ചാരു കസേരയും പിന്നെ ഒരു 2 കമ്പുമൊക്കെ എടുത്ത് ഈ കസേര അതിലങ്ങ് വെച്ച് കെട്ടിച്ചു. 4 പേരെയും BB ഗിരിയോടൊപ്പം, രാഷ്ട്രപതിയോടൊപ്പം പിന്നാലെ പോവുകയും ചെയ്തു. BB ഗിരിയും മകനും ഉണ്ടായിരുന്നു. മകൻ ഇടയ്ക്ക് 2 ഇടത്ത് വെച്ച് പിന്നെ ഈ ഡോളിയിൽ കയറിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ശബരിമലയിൽ ഡോളി വന്നത്. ഇപ്പോൾ അവിടെ വലിയ ഡോളി സ്റ്റാൻഡ് തന്നെ ഉണ്ട്. നമ്മുടെ ഇവിടെ ടാക്സി, ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പോലെ തന്നെ പമ്പയിൽ സ്റ്റാൻഡുമുണ്ട്. ഇനിയിപ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതില്ലാതാവും. കാരണം പമ്പയിൽ നിന്ന്, പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് സന്നിധാനത്ത് പാണ്ടിത്താവളം വരെ ഈ റോപ്പ് വേ വരികയാണ്. ഈ റോപ്പ് വേ ആദ്യ സമയത്ത് അതിൻ്റെ കരാറെല്ലാം കഴിഞ്ഞു. ഏതാണ്ട് വനഭൂമി ഏറ്റെടുക്കണം, അതും കഴിഞ്ഞു. ഇനി അതിൻ്റെ പണിയിലേക്ക് കടന്നാൽ മതി. ഈ തീർത്ഥാടന കാലത്ത് ആകുമെന്ന് തോന്നുന്നില്ല. ഏതായാലും ഇതിപ്പം അജിത് കുമാർ കയറിയതിന് ഇപ്പം വലിയ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഈ റോപ്പ് വേ വന്നു കഴിയുമ്പോഴും ഇതുപോലെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഞാൻ ചോദിച്ചോട്ടെ, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞ അവസരത്തിൽ എല്ലാവരും BJP-കാരൊക്കെ ഇവിടെ പറഞ്ഞു ഇപ്പം നരേന്ദ്രമോദി ഈ തീർത്ഥാടന കാലത്ത് അല്ലെങ്കിൽ ഈ വർഷം ശബരിമലയിൽ വരുമെന്നൊക്കെ. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകാരൊക്കെ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു. ഇത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, നടക്കുന്നതല്ല. പിന്നെ നിലയ്ക്കൽ വന്നിറങ്ങണം ഹെലികോപ്റ്റർ വഴി. നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങി, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വന്നിറങ്ങി അവിടെ നിന്ന് നിലയ്ക്കൽ വരെ ഹെലികോപ്റ്ററിൽ, അവിടെ നിന്ന് റോഡ് മാർഗം 22 കിലോമീറ്റർ അവിടെ നിന്ന് പിന്നെ നടന്ന് വേണം പോകാൻ. അല്ലെന്നുണ്ടെങ്കിൽ സ്വാമിയപ്പൻ റോഡ് വഴി. പക്ഷേ കാനനത്തിൻ്റെ ഒത്ത വനമല്ലേ, അതിന് നടുവിലൂടെയാണ്. ഇപ്പം നേരത്തെ രഞ്ജിനി തുടക്കത്തിൽ പറഞ്ഞു കല്ലും മുള്ളും ഒക്കെ ചവിട്ടി. ഇപ്പം കല്ലും മുള്ളും ഒന്നും ചവിട്ടണ്ട, നല്ല കല്ല് പാകിയിരിക്കുകയാണ്. പിടിച്ച് കയറി പോകാനൊക്കെ നല്ല സൗകര്യം എല്ലാ ഭക്തർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാലത്തിനനുസരിച്ചുണ്ടായ മാറ്റമാണ്. ആ കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തിനായിരിക്കും ADGP അജിത് കുമാറും കയറിയത്. അദ്ദേഹം കയറിയിരുന്ന് പോകുന്ന ചിത്രം വന്നിട്ടില്ല. ഇനി അദ്ദേഹം തലവഴി ടാർപ്പ വല്ലതും എടുത്തിട്ടുണ്ടോ? ഒരാള് അറിയാവുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ചിത്രമുണ്ട്. ആ ചിത്രം പുറത്തു വന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നത്. ഇനിയിപ്പോ എന്തായാലും അത് ഹൈക്കോടതി എന്തായിരിക്കും തീരുമാനം എന്നുള്ള. പക്ഷെ അത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. കാരണം ആംബുലൻസിൽ പോലും ഈ കൊണ്ടുപോകുന്ന അത്യാഹിതം ഉണ്ടായി പോകുന്ന സമയത്ത് ആരെങ്കിലും കൊണ്ടുപോകുന്നു, അതിൽ വേണ്ട
ഒരാൾ അക്കമ്പനി ചെയ്യുന്നു, അല്ലാതെ ആര് പോലും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഞാൻ പല തവണ കണ്ടിട്ടുള്ളതാണ്. ഈ തിരിച്ച് പമ്പയിൽ നിന്ന് കാലിയായിട്ടാണ് ഈ ആംബുലൻസ് പോകുന്നത്. ഔദ്യോഗിക തലത്തിലുള്ള ആരെയും കയറ്റിക്കൊണ്ട് പോകാറില്ല. കെ ജയകുമാർ IAS, അദ്ദേഹം ശബരിമല ഉന്നത അധികാര സമിതി ശബരിമലയുടെ ചെയർമാനായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം എത്ര തവണ മല കയറുമായിരുന്നു അറിയാമോ? അതുപോലെ പണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ എത്ര തവണ ഒരു തീർത്ഥാടന കാലത്ത് തന്നെ മല കയറി ഇറങ്ങി പോകുമായിരുന്നു. അങ്ങനെ മല കയറി ഇറങ്ങി പോകണം. അജിത് കുമാർ സുഖദർശനത്തിനാ പോയതെങ്കിൽ ട്രാക്ടറല്ല ഉപയോഗിക്കേണ്ടിയിരുന്നത്, മല കയറി കാനനപാതയിലൂടെ തന്നെ നീലിമലയും അപ്പാച്ചിമേടും ശബരിപ്പീഠവും ശരൺകുത്തിയും കയറി അയ്യനെ കണ്ടു വണങ്ങിയിരുന്നുവെങ്കിൽ സ്വാമിയെ ശരണമയ്യപ്പ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.